ഹലോ ഗൈസ്, നാത്തൂൻ്റെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. വന്നതും എല്ലാവരും മൈലാഞ്ചി ഇടാനായിട്ട് റൂമിൽ കയറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇടാനുള്ളത് കൊണ്ട് തന്നെ മൈലാഞ്ചി ഇടാനായി വന്നതും ഇരുന്നു. നമുക്ക് വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഉള്ളിയും സാധനങ്ങളൊക്കെ തൊലിച്ചെടുക്കാനുണ്ട്. ഉമ്മയാണ് ഇവിടെ വെക്കുന്നത്. വളരെ കുറച്ച് ആളുകളെ വിളിച്ചിട്ടുള്ളൂ. ഇത് ഉമ്മയുടെ അനിയത്തിയാണ്. ഉമ്മ ഇവിടെ കായച്ചാറ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ വെക്കാൻ പോണ ആളായതുകൊണ്ട് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാലും ഉമ്മ തന്നെയാണ് വീട്ടിലൊക്കെ എല്ലാ ഫംഗ്ഷനും വെക്കാറുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ലേൽ താത്ത അവിടെ ഇരുന്ന് ഉള്ളി അരിയനുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് തന്നെ വേറെ താത്ത ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും അനിയത്തിയുടെ മോള് വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ പോയി കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നാത്തൂൻ്റെ മകള് ഒരു ഐ ഷാഡോ പാലറ്റ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണിത്. എല്ലാവർക്കും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മോളുടെ കയ്യിൽ തന്നെ തനിയെ ഇടുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ചെയ്യാനും നിൽക്കാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വണ്ടിയിൽ നിന്നൊന്ന് ചെറുതായി വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാലിൽ നീരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് റെസ്റ്റിലാണ്. ഇവിടെ കിടക്കുന്ന 2 പേരും എൻ്റെ നാത്തൂമാരാണ്. ഇവർ രണ്ടാളും ലേൽ താത്തയുടെ താഴെയുള്ളവരാണ്. അവിടെ എല്ലാവർക്കും മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴേക്കും കായച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിടെ ഉമ്മ കായച്ചാറൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ലേൽ താത്ത അവിടെ ഗ്യാസിൽ ഇറച്ചി വരട്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതിനുള്ള മസാലയൊക്കെ ലേൽ താത്ത അവിടെ തയ്യാറാക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ താത്താൻ്റെ 2ാമത്തെ മകൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവൻ ഗൾഫിലാണ്. അവന് കല്യാണത്തിന് വരാൻ പറ്റാത്ത നല്ല സങ്കടമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ അമ്മ കായച്ചാറൊക്കെ തയ്യാറാക്കി പിന്നെ ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും വീണ്ടും അടുത്ത കയ്യിലേക്ക് മൈലാഞ്ചി ഇടാനുള്ള തയ്യാറെടുപ്പായി. ഇനി നമുക്ക് അടുക്കളയിൽ ചോറും കറിയെല്ലാം ആയാന്നുള്ളത് പോയി നോക്കാം. കറി വെക്കാനായിട്ട് ലേൽ താത്ത ഗ്യാസിൽ നിന്ന് അതിനടുത്ത് അടുപ്പിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടൊക്കെ കറക്റ്റാണോ നോക്കാനായിട്ട് ചെറിയ താത്താൻ്റെ ഭർത്താവിനെ അടുത്തിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഉമ്മയുടെ അനിയത്തി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചോറും കറിയും എല്ലാം ആയി. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെക്കന് മൈലാഞ്ചി ഇടൽ ചടങ്ങുണ്ട്. അങ്ങനെ മൈലാഞ്ചി ഇടുന്ന പരിപാടിയും തുടങ്ങി.
അങ്ങനെ മൈലാഞ്ചി ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ്.